എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആദ്യം ചിന്തിച്ചത് പീനട്ട് ബട്ടർ ഇതിൻ്റെ അകത്ത് തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു പീനട്ട് വേണ്ട, ജാം മതിയെന്ന്. പിന്നെ അവന് ജാം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഈ സൈഡിലത്തെ ഈ ബ്രൗൺ കളറിലുള്ള ഇതുണ്ടല്ലേ, അത് അവർക്ക് ഇഷ്ടമല്ല, അത് കട്ട് ചെയ്യാൻ പറയും. ചില സമയത്ത് ഞാനങ്ങ് മറന്നു പോവും, ചില സമയത്ത് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കും. അന്നേരം ഇന്നങ്ങ് ഓർത്ത് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്നത്. ഈ പാസ്തയാണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര സന്തോഷമാണ്. ദോശ ഇഡലിയേക്കാളൊക്കെ ഇഷ്ടം ഇതാണ്. പിന്നെ മാഗിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ? മക്കൾക്ക് ഇഡലിയും ദോശയേക്കാൾ ഇഷ്ടം ഇതൊക്കെയാണോ? അപ്പം ഞാൻ 5 മണിക്ക് എണീക്കുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് പച്ചക്കറി കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് താമസം എടുക്കുന്നത് കൊണ്ട് ഞാൻ തലേന്ന് ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ പിന്നെ ചായ പരിപാടി, കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടി, ടിഫിൻ ഇതെല്ലാം ഉണ്ടാക്കി അതുകൊണ്ട് ഇച്ചിരി ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തലേന്ന് രാത്രി കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് രാവിലെ എളുപ്പമാണ്. അപ്പോൾ ഇച്ചിരി പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം പിന്നെ പാസ്തയും കൂടെ കഴുകിയിടുന്നുണ്ട്. പിന്നെ ഒരു വിസിലടിച്ചിങ്ങെടുക്കും. എന്നിട്ട് ലാസ്റ്റിൽ മയോണൈസും ടൊമാറ്റോ സോസും ചേർക്കും. അന്നേരം പാസ്ത ആണെങ്കിൽ നല്ല ചൂട് ചൂട് പാസ്ത ഇച്ചിരി കഴിച്ചിട്ടേ കൊച്ചു പോകത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തുണ്ടാക്കുവാണെങ്കിലും അവന് വേണ്ട. ഇതൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് പോകും. അപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരാൾക്ക് ബ്രെഡ് ജാമും കൊടുത്ത് അടുത്ത ആൾക്ക് ടിഫിന് ഇതിന്. അപ്പോൾ അവൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവൻ ഇച്ചിരി കൂട്ടുകാർക്ക് കൂടെ എക്സ്ട്രാ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഈ 3 എണ്ണത്തിലും നിറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനാണെങ്കിൽ പാത്രങ്ങൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ. കുടിക്കാനായിട്ട് വെള്ളമെല്ലാം ആദ്യം അങ്ങ് വെച്ചു. എന്നിട്ട് പിന്നാണ് പാത്രങ്ങളെല്ലാം കഴിയത്. അതിനുശേഷം അയലക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതെടുത്ത് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് വെട്ടിയെടുക്കാൻ കുറേ സമയം എടുക്കും, ഇത്രയും ചെറുതായതുകൊണ്ട്. അന്നേരം ഞാൻ ഇതൊക്കെ കുറേ സമയം എടുത്ത് മീനൊക്കെ വെട്ടിയെടുത്തു. അപ്പോൾ ഞാൻ അരപ്പിനായിട്ട് ഇവിടെ ഇച്ചിരി പീരയാണ് പിള്ളേർക്ക് വേണ്ടിയത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരയ്ക്കാൻ നേരം തേങ്ങയ്ക്കകത്ത് ഞാനൊരു സവാള അരച്ചു. പിന്നെ പച്ചമുളക് കീറിയതും ഞാൻ അരപ്പിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് അരച്ച്, കറിവേപ്പില അരച്ച്, മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഉലുവാപ്പൊടിയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പുളി നമ്മുടെ കുടംപുളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ കൊച്ചിന്ന് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കിന് ഇന്നലത്തെ ഇച്ചിരി ഉരുളൻകിഴങ്ങ് കറി ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ച് അതിൻ്റെ അകത്ത് ഒരു മുട്ട പുഴുങ്ങിയത് കൂടെ ഇട്ട് അവന് കൊടുക്കാം ചപ്പാത്തിക്കെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ അകത്ത് മുട്ട ഇടണ്ട, എനിക്കങ്ങ് സെപ്പറേറ്റ് മുട്ട പുഴുങ്ങിയത് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അവന് ഞാൻ ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ ഒന്ന് വെന്ത് വന്നേരം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പയർ ഞാനൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു, നമ്മുടെ ഒടിയൻ പയർ, അതുകൂടെ ഒന്ന് തോരൻ വെക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡ് ഈ മീൻ തോരനൊന്നും കൂട്ടാറില്ല. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.